ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി എല്ലാവരും കൂടി വെറുതെ ഒന്ന് ടൗണിൽ പോകാൻ കേട്ടോ. എല്ലാവരും കൂടി ഒത്തപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് ടൗണിൽ പോയി വെറുതെ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും പോകല്ലേ, എനിക്കൊരു ഡ്രസ്സ് മാറ്റാണ്ടായിരുന്നു. ഞാൻ അതും കൂടി എടുത്തു. കലാനയും ഞാനും ഗോകുലം മാളിൽ ഇറങ്ങിയ പോലെ എല്ലാവരും മാനാഞ്ചിറയ്ക്ക് പോയി. അപ്പോൾ അതാ സമയം കളയാനില്ല, അതുകൊണ്ട് നമ്മൾ നേരെ പോയി ഡ്രസ്സ് മാറ്റി വേഗം തന്നെ ഒരു ഡ്രസ്സും എടുത്ത്. അപ്പോൾ റയാനൊരു ടീഷർട്ട് വേണമെന്ന് പറഞ്ഞാൽ അതും എടുത്ത് നമ്മൾ ഒന്ന് അല്ലാണ്ട് ഗോകുലം മാളിൽ വന്നാൽ ഒന്ന് തിരിഞ്ഞ് കളിക്കും. പക്ഷേ ഇന്ന് അതിനൊന്നും നേരില്ല. ഡ്രസ്സൊക്കെ മാറ്റി മാനാഞ്ചിറ പോവാണ്. എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ മാനാഞ്ചിറ സ്ക്വയറിലെത്തി. ഇവിടെ മീൻസ് സൈഡിൽ നിന്നൊക്കെ കുട്ടികൾ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കുന്നുണ്ട്. ചിൽ ലൈഫ് തന്നെ. ഞങ്ങളെ ഈ ഓട്ടോക്കാരൻ പറ്റിച്ചു. ഞങ്ങൾ കംപ്ലൈൻറ്റ് പറഞ്ഞതിന് തന്നെ എൻട്രൻസിൻ്റെ അടുത്ത് നിർത്താണ്ട് ഉടനായിട്ട് ഞങ്ങൾ ഇറക്കി വിട്ടു. എന്താ പ്രശ്നം കപ്പിൾസൊക്കെ എന്തെല്ലോ കളിച്ചു പോകുന്നുണ്ട്. എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റർ 36 ഒറ്റയടിക്ക് അത് 38 മാറുകയാണ്. ഓഡ് നമ്പർ സ്വീകരിക്കില്ല, ഈവൻ നമ്പർ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചത് എന്താ ഈ മീറ്റർ എങ്ങനെ. അപ്പൊ അയാൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളൂ, എന്താ ചെയ്യുക. ഞങ്ങളിപ്പോ നടക്കുകയാണ്. ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ ഇതാണ് അവസ്ഥ. എന്ത് ചെയ്യും നമ്മൾ. ഒരു ചെക്കൻ അങ്ങോട്ട് പോകുന്നുണ്ട് കൈ. പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണ് ഫ്ലോറസെന്റ് ക്രോക്സ്. അങ്ങനെ നമ്മൾ കൂടുതൽ തിരിഞ്ഞ് നടക്കേണ്ടിയിരുന്നില്ല. എല്ലാവരും നമ്മൾ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര ഗെയിം കളിയും ക്രിക്കറ്റ് കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ വട്ടോളിയും വെച്ച് ഒരു അടിപൊളി പായസം കൊണ്ടുവന്നിന്. നമ്മളെല്ലാവരും കൂടി പായസം കുടിച്ചു. പിന്നെ ഞാനും ഫമിയും കലാനയും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങി. ഏതെങ്കിലും ഒരു ചായ കിട്ടുമോ നോക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അവിടെ നിന്നും ചായ ഉണ്ട്, പക്ഷെ കുടിച്ചില്ല. അപ്പോൾ അത് ആ മുത്ത് നമ്മളെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് വന്ന് ഞങ്ങൾ മതിലിൻ്റെ അപ്പുറം ഓനാ മതിലിൻ്റെ അപ്പുറം. പിന്നെ എൻട്രൻസ് ഒക്കെ എടുക്കണമെങ്കിൽ കുറേ ചുറ്റി വരണം. ഒന്നും നോക്കില്ല, നമ്മൾ മതിൽ ചാടി. ഫമി ചാടിയില്ല, ഫമി ചുറ്റി നടന്നു. പിന്നെ നമ്മളെ ഗെയിം കളിയൊക്കെ ആയിരുന്നു. പിന്നെ അത് ഞാനും കലാനയും വല്ലാത്തൊരു കറക്കം കറങ്ങി, നല്ലോണം തലയും കറങ്ങി. പിന്നെ നമ്മൾ ഓട്ട മത്സരമാണ് വെച്ചത് ഗൈസ്. റയാൻ വന്ന് പിടിച്ചത് കൊണ്ട് ഞാൻ പങ്കെടുത്തിരുന്നെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, ഞാൻ ജയിക്കുമായിരുന്നുള്ളൂ. എന്താ ചെയ്യുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചൂട് കുറയില്ലെന്ന് തോന്നി. എല്ലാവർക്കും നല്ല ക്ഷീണം വന്നു, നല്ല ചൂടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ബീച്ചിലേക്ക് പോകാൻ വിചാരിച്ചു. വണ്ടി കയറി ബീച്ചിൽ പോയിട്ട് ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. അങ്ങനത്തെ ബീച്ചിൽ നിന്ന് കുട്ടികളൊക്കെ കുറച്ച് കളിച്ചതിന് ശേഷം നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയി. നമ്മൾ മോതാർ ബീച്ചിലാണ് കേട്ടോ പോയത്. നമ്മൾ സ്ഥിരം പോകുന്ന ചായക്കടയിൽ തന്നെയാണ് ഇന്നും പോയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടി ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ വിചാരിച്ച നല്ല ചൂടാണ്, ചൂട് കുറയുന്നില്ല. എല്ലാവരും ക്ഷീണിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി നേരെ ലുലു മാളിലേക്ക് പോകാൻ. അങ്ങനെ ലുലു മാളിലേക്ക് പോയി കുറേ കറങ്ങി കളിച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇനി ലുലുന്ന് തന്നെ ഫുഡൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ തന്നെ കഴിക്കാം, അവിടെ തന്നെ ഫുഡ് കോർട്ടിൽ നിന്ന് കഴിക്കാൻ. അങ്ങനെ നമ്മൾ ലുലുന്ന് കുറച്ച് ചിക്കനും കുബൂസും അമ്മൂസൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും കൂടി അവിടെ നിന്ന് തന്നെ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കേണ്ടി ഞങ്ങൾ ടേബിളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ സംഭവം ഒരു അടിപൊളി ദിവസമാണ് കേട്ടോ. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ആസ് യൂഷ്വൽ അടുത്ത ട്രിപ്പിനെ പറ്റി പറഞ്ഞ് ഇന്നത്തെ ട്രിപ്പ് നമ്മൾ അവസാനിക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി.